കാണാൻ വന്ന മോളെ? ബാലൻ മാഷ്. ഞാനാ. കയറി വരൂ പതുക്കെ. സർ, എന്റെ പേര് സഞ്ജന. ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇരിക്കൂ. താങ്ക് യു. ഗോവിന്ദ, ഓ ഹേമയോട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറ. ഓ ആ സാറിന്റെ മകളുടെ കല്യാണം ആയല്ലേ? എന്റെ പെങ്ങളുടെ മകളാ. എന്റെ മകനാ അവളെ കല്യാണം കഴിക്കുന്നത്. സോറി സാർ, ഞാൻ അന്വേഷിച്ചപ്പോ സാറിന്റെ മകളാണെന്നാ പറഞ്ഞത്. ആ, എനിക്ക് അവള് മകള് തന്നെയാ. സർ, ഞാനൊരു മേക്കപ്പ് സ്റ്റുഡിയോ നടത്തുന്നുണ്ട് കൊച്ചിയില്. കേരളയിലെ എല്ലാ പ്ലേസും ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ബട്ട് സർ, കുട്ടനാട്ടിൽ ഫസ്റ്റ് ടൈം ആണ്. എന്താ ഇപ്പൊ നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റീസ്? സാറിന്റെ മിസ്സസ് ആണല്ലേ? ചായ കുടിക്കേ. സോറി, ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല. സർ, ബ്രൈഡിന്റെ മേക്കപ്പ് ചെയ്യാൻ മാത്രല്ല സർ, 1 വീക്ക് മുന്നേ പെഡിക്യൂർ, മാനിക്യൂർ, ഹെയർ കട്ടിങ് ആൻഡ് സെറ്റിംഗ്, പിന്നെ ഫേഷ്യൽ, അത് ഗോൾഡ്, പപ്പായ, ഹൈഡ്ര, ഇതെല്ലാം നമ്മൾ ബ്രൈഡിന്റെ വീട്ടിൽ പോയി സെറ്റ് ചെയ്ത് കൊടുക്കും. സഞ്ജന, അങ്ങനെയല്ലേ പേര്? ആ അതെ സർ. ആ, സഞ്ജന ഈ പറയുന്നതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഇതൊന്നുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അച്ഛാ, അത് കല്യാണത്തിന് മുന്നേ എല്ലാരും ചെയ്യുന്നതാ. നമ്മുടെ ഇവിടെ ഇല്ലെന്ന് മാത്രം. ആലപ്പുഴയും ചങ്ങനാശ്ശേരിയൊക്കെ ഉണ്ട്. അല്ല, ഇതിപ്പോ ആർക്ക് ചെയ്യാനാ? അരവിന്ദനാ? ബ്രൈഡ് ആൻഡ് ഗ്രൂം രണ്ടുപേർക്കും ചെയ്യാം. ആ, അതിന് അവൻ ഇതൊക്കെ ചെയ്യൂ. കല്യാണമല്ലേ? ഇവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. ശരി, ഞാൻ ചാരുമോളെ വിളിച്ചു പറയാം. നിങ്ങൾ അവളെ കണ്ടാൽ മതി. താങ്ക് യു സർ. ഇത് സഞ്ജന. ചാരുമോളുടെ കല്യാണമാണെന്ന് അറിഞ്ഞ് മേക്കപ്പ് ചെയ്യാൻ വന്നതാ. ഇതെന്റെ ഇളയ മകനാ. ഇദ്ദേഹത്തിന്റെ മാരേജ് ആണോ? ഏ അല്ല, മൂത്തയാളുടെ. ഓ, മേക്കപ്പോ? അതിന് ഇവിടെ തന്നെ ഒരുപാട് സ്പാ ഉണ്ടല്ലോ. അതൊന്നും വേണ്ട അച്ഛൻ. കാക്കോത്തിക്ക് മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ല. അത് അച്ഛൻ അറിയില്ലേ? അതൊക്കെ ശരിയാ. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യട്ടെ. എപ്പോഴും ഒന്നുമില്ലല്ലോ. സ്പെഷ്യൽ ഒക്കേഷന് എല്ലാരും ചെയ്യണതല്ലേ. നിങ്ങൾ എവിടെന്നാ വരുന്നത്? കൊച്ചിന്ന്. ചാരുവിന്റെ കല്യാണമായിന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അത് പല പ്രിന്റിംഗ് പ്രസ്സുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. ഇൻവിറ്റേഷൻ ലെറ്റർ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുമ്പോ അതിലെ അഡ്രസ് നമുക്ക് അയച്ചു തരും. ഇപ്പൊ ബിസിനസ് പിടിക്കാൻ എന്തെല്ലാം ഐഡിയാസ് അല്ലേ? വേണ്ടച്ച, നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഏൽപ്പിക്കാം. സാരമില്ലടാ, അവരിവിടെ വരെ അന്വേഷിച്ചു വന്നതല്ലേ. കല്യാണമൊക്കെ ആയിട്ട് വീട്ടിൽ വരുന്ന ആൾക്കാരുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. എക്സാക്ട്ലി സർ. എന്നാ പിന്നെ സഞ്ജന ചാരുവിനെ പോയി കണ്ടോളൂ. താങ്ക് യു സർ. അല്ല, ചാരുവിന്റെ വീട്ടിലേക്കുള്ള വഴി അറിയോ? കാർഡിൽ അഡ്രസ് ഉണ്ടല്ലോ, കാർഡ് നോക്കി കണ്ടുപിടിച്ചോളൂ. ശരിയാ, ഞാൻ അത് മറന്നു. ശരി സർ, താങ്ക് യു.